ഹായ് ഓൾ, എല്ലാവർക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫിസിക്സ് വിഭാഗത്തിലെ ടോപ്പിക്കുകളുടെ അവസാനത്തെ ഭാഗമാണിത്. ഇന്നത്തെ അധ്യായത്തോടുകൂടി ഫിസിക്സ് കംപ്ലീറ്റ് ആയി. ഫിസിക്സ് വിഭാഗത്തിൽ നിന്നൊരു ചോദ്യം വരുന്ന LDC മെയിനോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിനോ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അത്രയും സമഗ്രമായി നമ്മൾ എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കോടുകൂടി ഫിസിക്സ് തീരും. പുതിയ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സാണ്. എവരിഡേ സയൻസിൻ്റെ ഭാഗമായി ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്നൊരു മേഖലയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയകളിൽ ഒന്നുകൂടിയാണ് ഈ ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ബലം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉണ്ടാക്കുകയോ ചെയ്യുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. ബലവുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഭാഗം നോക്കാം. ഒരു ന്യൂട്ടൺ ബലം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. 0.1 കിലോഗ്രാം, അതായത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം ഒരു ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. അപ്പോൾ ഒരു ന്യൂട്ടൺ ബലം എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാനാണ് ഇതോടെ വെച്ചിരിക്കുന്നത്. ഒരു ന്യൂട്ടൺ ബലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായിട്ട് ഇങ്ങനെ താങ്ങി നിർത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരെ എത്ര ബലം പ്രയോഗിക്കേണ്ടി വരും? 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ചൊരു ചോദ്യം എന്ന രീതിയിലേക്ക് പരീക്ഷയ്ക്ക് വരാൻ ഒന്നും നമുക്കില്ല. എങ്കിലും ഇവിടെ ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ബലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ചലനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഐസക് ന്യൂട്ടനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും പരീക്ഷയിൽ സാധ്യതയുണ്ട്, വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ബേസിക്കായ ചില പോയിന്റുകൾ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐസക് ന്യൂട്ടനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരും എന്താ? ചലന നിയമങ്ങളാണ്. കൂടാതെയോ ഗുരുത്വാകർഷണ നിയമവും. അപ്പോൾ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാ? ഐസക് ന്യൂട്ടനാണ്. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ആരാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഐസക് ന്യൂട്ടനാണ്. അതേ ഐസക് ന്യൂട്ടൻ തന്നെയാണ് ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവന്നത്. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവും ഐസക് ന്യൂട്ടൻ തന്നെയാണ്. അടുത്ത പോയിന്റ്, കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കും. കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടനാണ്. നാലാമത്തെ പോയിന്റ്, സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടനാണ്. നമ്മൾ വിബ്ജിയോറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മഴവില്ലിനെ കുറിച്ചൊക്കെ, പ്രകാശത്തെക്കുറിച്ച് പഠിച്ച അധ്യായത്തിൽ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർപദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ന്യൂട്ടൻ രചിച്ച പ്രധാന ഗ്രന്ഥങ്ങളാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഒപ്റ്റിക്സ്, ഫിലോസഫിയ, നാച്ചുറാലിസിസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് പഠിച്ചത്? ഐസക് ന്യൂട്ടൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ചലന നിയമങ്ങളാണ്. ചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൻ. 2, ഗുരുത്വാകർഷണത്തിൻ്റെ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് വരിക ഗുരുത്വാകർഷണ നിയമമാണ്. 3, കണികാ സിദ്ധാന്തം. 4, മഴവില്ലിൻ്റെ 7 നിറങ്ങൾ, സൂര്യപ്രകാശത്തിൻ്റെ 7 നിറങ്ങൾ, പ്രതിഫലന ദൂരദർശിനി, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നുള്ള സർപദവി, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള നമ്മൾ ചലന നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ പുസ്തകം? ഐസക് ന്യൂട്ടൻ്റെ ബുക്കാണത്. കൂടാതെ ഒപ്റ്റിക്സ്, ഫിലോസഫിയ, നാച്ചുറാലിസിസ്. ഒപ്റ്റിക്സ്, ഫിലോസഫിയ, നാച്ചുറാലിസിസ് എന്ന് പറയുന്ന ഫിലോസഫിയ
നാച്ചുറാലിസ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ഐസക് ന്യൂട്ടൻ്റെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുകയുള്ളൂ? ഫോഴ്സിനെ കുറിച്ച് പഠിക്കുള്ളൂ. ഇനി നമുക്ക് ഫോഴ്സിനെ കുറിച്ചുള്ള പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ബലം. എന്താ ഈ ബലം? ബലം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ത്വരണമാണ്. മാസ് ഇൻറ്റു ത്വരണമാണ് ബലം. ബേസിക്കായ കാര്യമാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. നമ്മൾ അല്ലേ ഐസക് ന്യൂട്ടനെ കുറിച്ച് ഇത്ര നേരം പഠിച്ചു. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ന്യൂട്ടനാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണം, ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. പക്ഷേ ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈനാണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈനാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. ഒന്നുകൂടെ പറയാം, ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈനാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈന? അല്ലെങ്കിൽ 10⁵ ഡൈനാണ് ഒരു ന്യൂട്ടൺ. അതേപോലെ ഒരു ന്യൂട്ടൺ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് തുല്യമാണ്. ഒരു ന്യൂട്ടൺ 10⁵ ഡൈനിന് 10⁵5 ഡൈനിനും തുല്യമാണ്. അപ്പോൾ എത്ര ഡൈനാണ് ഒരു ന്യൂട്ടൺ? 10⁵. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പേന, ഈ പേന, ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഈ വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഇതിൻ്റെ ഭാരം. ഓക്കെ, അപ്പം നമ്മളുടെ ഭാരം, ഈ ഭൂമിയിലെ സകല വസ്തുക്കളുടെയും ഭാരം എന്ന് പറയുന്നത് ഭൂമി ആ വസ്തുവിൽ ചെലുത്തുന്ന ഭൂമിയുടെ ആകർഷണ ബലമാണ്. അപ്പോൾ അത് മറക്കരുത്. ഇനി നമുക്ക് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിതവൈദ്യുത പ്രേരണം. ഇത് മറ്റൊരു അധ്യായത്തിൽ പഠിച്ചതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അധികം പോകുന്നില്ല. ഈ സ്ഥിതവൈദ്യുത പ്രേരണവും അല്ലേ, അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അളക്കാനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അതായത് സ്ഥിത വൈദ്യുത പ്രേരണം. സ്ഥിത വൈദ്യുത പ്രേരണം ഒരു ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ അല്ലേ, നമ്മുടെ ഒരു പേന അല്ലെങ്കിൽ ഒരു സ്കെയിൽ നമ്മുടെ തലയിൽ എഴുതിയിട്ട് ഒരു പേപ്പറിൻ്റെ അടുത്ത് വെച്ച് ആ പേപ്പർ അതിനകത്തേക്ക് ചാടിപ്പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അത്തരം പരീക്ഷണമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് അല്ലേ? പുനഃക്രമീകരണമാണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിത വൈദ്യുത പ്രേരണം. ഈ സ്ഥിത വൈദ്യുത പ്രേരണം അളക്കുന്നതിനുള്ള മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്കോപ്പ് മറക്കരുത്. കഴിഞ്ഞ അധ്യായത്തിൽ മുമ്പ് ഏതൊരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്, സ്ഥിതവൈദ്യുത ബലമാണ്. അപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും, മുടിയിൽ ഉരസിയ ഒരു പ്ലാസ്റ്റിക് പേനയ്ക്ക് അല്ലെങ്കിൽ മുടിയിൽ ഉരസിയ ഒരു പ്ലാസ്റ്റിക് സ്കെയിലിന് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിതവൈദ്യുത ബലമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി നമുക്ക് പ്രകൃതിയിലെ മറ്റു ചില ബലങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. അതെന്ത് ബലം? 2, വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അതെന്തു ബലം? ബലങ്ങളെ രണ്ടായി തിരിക്കാം. നമ്മുടെ പ്രകൃതിയിലെ ബലങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന് സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ്. മറ്റൊന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ ബലം രണ്ടായി തിരിക്കാം. പ്രപഞ്ചത്തിലെ രണ്ട് തരം ബലങ്ങളുണ്ട്. ഒന്ന് സമ്പർക്ക ബലം, മറ്റൊന്ന് സമ്പർക്കരഹിത ബലം.
സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എത്ര തരം ബലമുണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സമ്പർക്കം രഹിതവും സമ്പർക്കവും. സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. സമ്പർക്ക ബലം എന്താണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ബലം. എന്നാൽ സമ്പർക്കരഹിത സമ്പർക്കമില്ലാതെ ഉണ്ടാവുന്ന ബലം അത് ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് സമ്പർക്ക ബലത്തിന് ഉദാഹരണം. ഒന്ന് വിസ്കസ് ബലം. ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പിന്നീട് പഠിക്കും. വിസ്കസ് ബലം സമ്പർക്ക ബലമാണ്. ഒരു സമ്പർക്കത്തിൻ്റെ ഭാഗമായി മാത്രമേ വിസ്കസ് ബലം. ഓക്കെ, അതുപോലെ പ്രതല ബലം. ഓക്കെ, എന്താ ഈ പ്രതല ബലം എന്നൊക്കെ നമ്മൾ പഠിക്കും. വലിവ് ബലം, ഇലാസ്റ്റിക് ഫോഴ്സ്, വലിവ് ബലം. ഘർഷണ ബലം, ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് സമ്പർക്ക ബലത്തിന് ഉദാഹരണം? വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. വിസ്കസ് ബലം, പ്രതല ബലം നമ്മുടെ സർഫസ് ടെൻഷനാണ്. വലിവ് ബലം ഇലാസ്റ്റിക് ഫോഴ്സാണ്. ഘർഷണ ബലം ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇനി നമുക്ക് സമ്പർക്കരഹിത ബലം നോക്കാം. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ന്യൂക്ലിയർ ബലവും വൈദ്യുത കാന്തിക ബലവും ഗുരുത്വാകർഷണ ബലവും സമ്പർക്കരഹിത ബലങ്ങളാണ്. ഏതൊക്കെയാ? ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി 2 പോയിന്റുകൾ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാ? കുറേ ബലങ്ങൾ പറഞ്ഞു അല്ലേ? സമ്പർക്കവും സമ്പർക്കരഹിതവും ഒക്കെ ആയിട്ട് കുറേ ബലങ്ങളുണ്ട്. ഈ ബലങ്ങളിൽ ഏറ്റവും സ്ട്രോങ്, ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ബലമാണ്. ഏതാണ്? ന്യൂക്ലിയർ ബലമാണ്. എന്നാൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാ? പറയൂ. ഏറ്റവും ശക്തി കുറഞ്ഞത് തീർച്ചയായിട്ടും ഗുരുത്വാകർഷണ ബലമാണ്. ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം, ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വിട്ടുപോകുമോ? പാടില്ല. നമുക്ക് ആദ്യം ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കും. ഇതിനെക്കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായൊരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം. കൂടുതൽ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, 2 ചിത്രങ്ങൾ. ഇത് SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർക്കറിയാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ്. ഇവിടെ ഒരു തടി കുറേ ആളുകൾ ഉരുട്ടുന്നുണ്ട്, ഇവിടെ കെട്ടി വലിക്കുന്നുണ്ട്. ഇവിടെ എവിടെയായിരിക്കും ഘർഷണം കൂടുതലുണ്ടാവുക? ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം. ഇതേതാണ്? ഉരുളൽ ഘർഷണം. ഉരുളൽ ഈ ഗായാണ്, ആ ഗായല്ല. ഉരുളൽ ഘർഷണം. റോളിംഗ് ഫ്രിക്ഷൻ, ഇതിന് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷനാണ്. ഇത് സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. സ്ലൈഡിംഗ് ആണ്. നോക്കാം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണം, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ നോക്കൂ, ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്, നിരങ്ങൽ ഘർഷണം. അപ്പോൾ നോക്കിയേ, 2 തരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സുകളുണ്ട്.
റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഉരുളൽ ഘർഷണവും അതുപോലെ നിരങ്ങൽ ഘർഷണവും രണ്ടും പഠിക്കണം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അത് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാം അല്ലേ. ഉരുട്ടിക്കൊണ്ടുപോകുന്നല്ലേ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഘർഷണം കുറവ് ഉരുട്ടുമ്പോഴായിരിക്കും. അപ്പോൾ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഘർഷണം ബലം കുറയും. മിനുസം കൂടുമ്പോൾ ഘർഷണ ബലം കുറയില്ലേ? തീർച്ചയായിട്ടും കുറയും. പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഘർഷണ ബലം കൂടും. മിനുസം കുറഞ്ഞു കഴിഞ്ഞാൽ ഘർഷണ ബലം കൂടും. നമ്മളെന്തിനാണ് ഈ വാഹനങ്ങളുടെയൊക്കെ ടയറിൽ ഇത്രയധികം എന്താ പറയുക കട്ടയുണ്ടാക്കുന്നത്? ഇത്രയധികം റഫായിരിക്കുന്നതിനാ? അതിൻ്റെ ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഘർഷണം കൂട്ടേണ്ട ആവശ്യമാണ് വാഹനങ്ങളുടെ ടയറിൽ. ജീവിതത്തിൽ അധികം ഘർഷണം കുറയ്ക്കേണ്ട ആവശ്യം വരാറുള്ളത്. അത് നമ്മൾ പലതരത്തിലുള്ള ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾ കൂട്ടണം, ഇല്ലെങ്കിൽ പ്രശ്നം നമ്മളെ ജീവിതത്തെ അത് ബാധിക്കും. അപ്പോൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാ? സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ്. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയെ വിളിക്കുന്ന പേരാണ് സ്നേഹകങ്ങൾ, ലൂബ്രിക്കൻസ്. ധാരാളം ലൂബ്രിക്കൻസ് പൊതുവെ ലിക്വിഡായിട്ടുള്ള വസ്തുക്കളായിരിക്കാം. പക്ഷേ ഖരാവസ്ഥയിലൊരു സ്നേഹകമുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ലൂബ്രിക്കൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ്. നെക്സ്റ്റ്, ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരേഖിതമാക്കൽ. മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, പഠിച്ചു വെക്കുക. കാരണം പുതിയ പ്രയോഗങ്ങളാണ്. സ്ട്രീം ലൈനിങ് ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നേരത്തെ. ധാരാരേഖിതമാക്കൽ SCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാക്റ്റ് ആയിട്ടുള്ള ടേംസുകളാണ്. നമ്മുടെ ഈ വിമാനമൊക്കെ കണ്ടില്ലേ? വിമാനത്തിൻ്റെയൊക്കെ ഷേപ്പ്, ഇതുകൊണ്ടാണ് വിമാനത്തിൻ്റെയൊക്കെ ഷേപ്പ് ആ രീതിയിലേക്ക്. മത്സ്യങ്ങളുടെ ഷേപ്പ് അല്ലേ, മുമ്പിൽ ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ട്. അത് മത്സ്യമാണെങ്കിലും അല്ലേ, അത് മത്സ്യമാണെങ്കിലും വിമാനമാണെങ്കിലും ഒക്കെ ആ ഒരു ഷേപ്പിലാണ് സംഗതി ഉണ്ടാക്കുന്നത്. ഈ ഷേപ്പിൻ്റെ പ്രത്യേകത എന്തെങ്കിലും മത്സ്യം വല്ല സ്രാവാണെങ്കിലോ അല്ലേ, എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് അതൊരു സ്ട്രീം ലൈനിങ് അവിടെ നടക്കുന്നുണ്ട്. ധാരാരേഖിതമാക്കൽ പ്രോസസ്സ് ഉണ്ട്. മത്സ്യത്തിൻ്റെ പാലും ധാരാരേഖിതമാക്കുന്നൊന്നുമില്ല. അത് ജന്മന അല്ലെങ്കിൽ അത് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെ രൂപപ്പെടുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അതിന് സഞ്ചരിക്കുമ്പോൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ശരീരം അതിനനുസരിച്ച് രൂപപ്പെട്ടതാണ്. അത് ഇത്തരത്തിലുള്ള അനിമൽസ്, അതുപോലെ മറ്റ് ജീവികൾ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ, അതുപോലെ ഫ്ലൈറ്റ് വിമാനം പോലെയുള്ള വസ്തുക്കളൊക്കെ അതങ്ങനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. കാരണം നമുക്ക് ഘർഷണം കുറയ്ക്കണം, അത് നമ്മുടെ ആവശ്യമാണ്. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാനല്ല, ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, നമ്മുടെ ഈ അത്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് എന്തിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? ഇത് സ്പൈക്സ് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ സാധാരണ അല്ലേ ഷൂസിലും ചപ്പൽസിലും ഒക്കെ ഇത്തരം ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയില്ല, നമ്മൾ വഴുതി വീഴും. അപ്പോൾ ഘർഷണം കൂട്ടണം ചെരുപ്പിലൊക്കെ, അത് ആവശ്യമാണ്. അപ്പോൾ അത്ലറ്റുകളുടെ ഷൂസിലൊക്കെ എന്താ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈക്സ് എന്തിനു വേണ്ടിയിട്ട്? ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണബലം എന്താവും? കൂടും. അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ്. വാട്ട് ഈസ് സെൻട്രിപെറ്റൽ? രണ്ട് ഫോഴ്സ് ഉണ്ട്. ഇനി ഇത് പഠിക്കാം നമുക്ക്. സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ. സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ. ഇവിടെ ഈ സെൻട്രിപെറ്റൽ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ എന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ബലമാണ്. സെൻട്രിപെറ്റൽ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഒരു കാറ് സഞ്ചരിക്കുകയാണ്. ആ കാർ ഇങ്ങനെ വൃത്തത്തിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ആ കാറിന് ഇൻ കേസ് എന്തെങ്കിലും ഒരു കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ കാർ ഇങ്ങോട്ടോ ഉള്ളിലേക്കോ പുറത്തേക്കോ, തീർച്ചയായിട്ടും പുറത്തേക്കാണ് പോവുക. അതിന് കാരണം അതിന് ഇങ്ങോട്ടൊരു ബലമുണ്ട്. അപ്പോൾ എന്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന് നേരെ ഈ ദിശയിലേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അതൊരു കേന്ദ്രത്തെ ആസ്പദമായി കറങ്ങണമെങ്കിൽ അത് ഇങ്ങോട്ടൊരു ബലം ഉണ്ടല്ലോ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങോട്ടൊരു ബലം അല്ല, ഇങ്ങോട്ടൊരു കൺട്രോൾ കൊടുക്കുമ്പോൾ ഈ കേന്ദ്രത്തിനെ ആസ്പദമാക്കി അതിന് ബലം പ്രയോഗിക്കുന്നുണ്ട്. അത് ഓടിക്കുന്ന ഡ്രൈവർ ആ വാഹനത്തെ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊരു വൃത്താകാര
പാതയിലൂടെ സഞ്ചരിക്കുന്ന വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും വൃത്തകേന്ദ്രത്തിലേക്കുള്ള ബലത്തെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും അതായത് അഭികേന്ദ്ര ബലമെന്നും, എന്നാൽ പുറത്തേക്കുള്ള വൃത്തകേന്ദ്രത്തിന് പുറത്തേക്കുള്ള ബലത്തെ അപകേന്ദ്ര ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നും വിളിക്കുന്നു. നോക്കാം നമുക്ക്. വർത്തുളപാതയിൽ വൃത്താകാര രീതിയിലുള്ള വൃത്താകൃതിയിലുള്ള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. വൃത്തകേന്ദ്രത്തിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം സെൻട്രിപെറ്റൽ ഫോഴ്സ്. വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? വൃത്താകാര പാതയിലൂടെ അല്ലെങ്കിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്കുള്ള അനുഭവപ്പെടുന്ന ബലത്തെ അഭികേന്ദ്ര ബലം എന്ന് പറയും. എന്നാൽ നേരെ വിരുദ്ധമായിട്ടുള്ളത് അപകേന്ദ്ര ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണം പറയാം. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനം. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചലിക്കുന്നില്ലേ? ഒരാറ്റത്തിൻ്റെ അല്ലേ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും എന്ത് സഞ്ചരിക്കുന്നുണ്ട്? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ, അതിൻ്റെ ചുറ്റുമുള്ള പാതയിലൂടെ. അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ ചലനത്തെ നമുക്ക് അതിനുള്ളിലേക്ക് ഇലക്ട്രോണിലേക്ക് അല്ലേ ഇങ്ങോട്ടൊരു എന്താ പറയുക, ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ബലമുണ്ട്, പ്രയോഗിക്കുന്നുണ്ട്. ആ കേന്ദ്രത്തിലേക്കുള്ള ബലം, അതിനെ നമ്മൾ അഭികേന്ദ്ര ബലം സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് വരും. അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീതവുമായ ദിശയിൽ അനുഭവപ്പെടുന്നതുമായിട്ടുള്ള ബലമാണ് അപകേന്ദ്ര ബലം. അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലമാണ് അപകേന്ദ്ര ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതാ കേന്ദ്രത്തിലേക്കുള്ളത് സെൻട്രിപെറ്റൽ, അതിന് പുറത്തേക്കുള്ളത് സെൻട്രിഫ്യൂഗൽ. അപകേന്ദ്ര ബലം വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിക്കുന്നു. അപകേന്ദ്രം ഇങ്ങനെ ദൂരേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ പഠിച്ച് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പഠിച്ച അത്രയും നോട്ട് എഴുതി ഈ വീഡിയോ എന്തായാലും ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ആദ്യം വീഡിയോ കണ്ട് പിന്നെ വന്നൊന്ന് പഠിക്കാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാണുമ്പോഴേ പഠിച്ചു പോകും. പ്രാഥമികമായ പഠനം ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ പഠിക്കാം. ബോറടിക്കുമ്പോൾ പോസ് ചെയ്ത് വെച്ച് പോയിട്ട് മറ്റു കാര്യങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടോ രണ്ടാമതും വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. എനിക്കറിയാം സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും ലെങ്ത്തുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല വീഡിയോസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് സിലബസ് തീർക്കുക എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തിരി ലെങ്ത് ഉണ്ടാവും ക്ലാസ്സുകൾക്കൊക്കെ. നിങ്ങൾ സാധാരണ ക്ലാസ് റൂമിലിരുന്ന് ക്ലാസ് കാണുന്ന പോലെ ആയിരിക്കും ഈ ക്ലാസ്സുകളുടെയൊക്കെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് പോവുക. പിന്നീട് ഒരു റിവിഷന് വേണ്ടിയുള്ള വായന മാത്രമായിരിക്കണം. അപ്പോൾ എന്താണ് ഗുരുത്വാകർഷണം? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ ബലമാണ് ഏത് ബലം? ഭൂഗുരുത്വാകർഷണ ബലം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. വാട്ട് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? ഭൂമി, നമ്മുടെ എർത്ത് എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ആകർഷിക്കുന്നുണ്ട്. അത്തരം ബലത്തെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം, അതല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ മാറ്റർ, ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുരുത്വാകർഷണ നിയമം ആരാണ് ഈ ഗ്രാവിറ്റേഷണൽ എന്താ പറയുക ലോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്? നേരത്തെ പറഞ്ഞല്ലോ, ഐസക് ന്യൂട്ടനാണ്. നെക്സ്റ്റ് പോയിന്റ്, ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായിട്ട് ഉയരും. നമ്മളെ കടലിലെ വെള്ളം നേരെ ചന്ദ്രൻ അഭിമുഖമായിട്ട് ഇങ്ങനെ ഉയരും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വേലിയേറ്റം എന്ന് പറയാറുള്ളത്. അപ്പം എന്താ വേലിയേറ്റം? ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസമാണ് ഇത്
വേലിയേറ്റം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഭൂകേന്ദ്രത്തിൽ നമ്മുടെ എർത്തിൻ്റെ സെൻട്രൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഏതൊരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. എർത്ത് ഈ ഭൂകേന്ദ്രം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ നടുക്കിൽ അല്ലേ, ഒരു സെൻട്രൽ പോയിന്റിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇത് സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്തരീക്ഷത്തിലല്ല കേട്ടോ പറയുന്നത്, അതിൻ്റെ ആ സെൻട്രൽ. ഓക്കെ, ഇതിനൊരു ഗോളമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ സെൻട്രൽ ഏതൊരു വസ്തുവിൻ്റെയും ഭാരം 0 ആയിരിക്കും. കാരണം എന്താ? ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുത്വാകർഷണമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ സെൻട്രലിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എവിടെ ഇരിക്കുന്ന വസ്തുവിൻ്റെയും ഭാരം എന്താണ്? ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഭൂമി അങ്ങോട്ട് അതിൻ്റെ സെൻട്രലിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സെൻട്രലിൽ പിന്നെ എങ്ങോട്ട് ആകർഷിക്കാനാ? അപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ട് 0 അല്ല വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ്. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0. എന്നാൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാ? അത് ധ്രുവങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സെൻട്രലിൽ 0 ആണ് ഭൂമിയുടെ. പക്ഷേ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം ഇവിടെ 0 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത് എവിടെയാ? ധ്രുവപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത്. അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ്, നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ് എന്ന പോയിന്റ് ഓർത്തു വയ്ക്കുക. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. എവിടെയാണ്? ഇവിടെ ഈ ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്ത്? ഏറ്റവും ഭാരം കുറവുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അതിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ആരാ? ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ക്യാപിറ്റൽ ജി, സ്മോൾ ജി എന്ന് പറഞ്ഞ സാധനം വേറെ ഉണ്ട്, അതിപ്പോൾ പറയാം. ഓക്കെ, ക്യാപിറ്റൽ ജി മൂല്യം ആദ്യമായിട്ട് കണ്ടെത്തിയതാരാ? ഹെൻറി കാവൻഡിഷ് ആണ്. എന്താണ് ക്യാപിറ്റൽ ജി, അല്ലെങ്കിൽ എന്താണ് ജിയുടെ മൂല്യം? ഗുരുത്വാകർഷണത്തിൻ്റെ സ്ഥിരാങ്കം. ഓക്കെ, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് ചോദിച്ചാൽ 6.67 × 10⁻11 ആണ് കേട്ടോ. നോക്കൂ, nm സ്ക്വയർ പെർ kg സ്ക്വയർ. 6.6 × 10⁻11 മറക്കരുത്. 6.67 × 10⁻11 ആണ് ഏത്? ക്യാപിറ്റൽ ജി. ഒരു വസ്തുവിൻ്റെ ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം ഭൂമിയിലെ ഭാരത്തിൻ്റെ 1/16 ആയിരിക്കും. ഇവിടെ നമുക്ക് എന്താ പറയുക, വലിയ ഭാരമുള്ള വസ്തുക്കൾ ചന്ദ്രനിൽ അത്രയും ഭാരം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊക്കെ അവിടെ പറന്ന് നടക്കാൻ പറ്റും. കാരണം എന്താ? ഇവിടെയുള്ള വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ 1/6 മാത്രമേ എന്തുള്ളൂ? ചന്ദ്രനിലുള്ളൂ. അപ്പോൾ ഭൂമിയിലെ ഭാരത്തിൻ്റെ 1/6 ഭാഗമാണ് ചന്ദ്രനിൽ ഉള്ളത്. 1/6 ഭാഗമേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്, ഈ ഗുരുത്വാകർഷണ ത്വരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാപിറ്റൽ ജി ആണ്, അത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഇത് ത്വരണത്തിൻ്റെയാണ് ജി. ജിയുടെ മൂല്യം 9.8 m/s² ആണ്. ജിയുടെ മൂല്യം 9.8 m/s ആണ്. ഓക്കെ, നമ്മുടെ ഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, ഇത് വ്യാഴത്തിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് 9.8 ആണ്. ചൊവ്വയിലും ബുധനിലുമാണ് ഇത് ഏറ്റവും കുറവുള്ളത്. ഓക്കെ, അപ്പോൾ 9.8 m/s² ആണ്. അപ്പോൾ നോക്കിയേ, ക്യാപിറ്റൽ ജി എത്രയാ? 6.67 × 10⁻11 ആണ്. ഇനി സ്മോൾ ലെറ്റർ ജി ഏതാണ്? ഗ്രാവിറ്റേഷണൽ ത്വരണം 9.8 m/s² ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോയത് വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് ആരാ? ഗലീലിയോ. എന്താ പറഞ്ഞത്? വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് ആരാ? ഗലീലിയോ. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 എന്ത് നിർബാധം പതിക്കുന്നത്? അതായത് ഫ്രീ ഫോളിലുള്ളത്. നിർബാധം പതിക്കുന്ന, നിർബാധം ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം.
SCERT പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നിർബാധ പതനവും ഭാരമില്ലായ്മയും എന്ന് പറഞ്ഞ SCERT ടെക്സ്റ്റുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതാണ് നിർബാധ പതനം. എന്താണ്? ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് ഉയരത്തിൽ നിന്ന് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ കാരണം ഭൂമിയിലേക്ക് പതിക്കും. അതാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരം എത്രയാ? 0 ആയിരിക്കും. ഫ്രീ ഫോളിലുള്ളതിന് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഉയരത്തിലേക്ക് പോകും തോറും ജിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ജിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങോട്ട് പോകുമ്പോൾ? ഉയരത്തിലേക്ക് പോകും തോറും. ഓക്കെ, ഇനി ഈ ഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ നമുക്ക് ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യമൊന്നും പഠിക്കാനല്ല, 1-2 കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ച് പഠിക്കാം. ഹു ഈസ് ബ്ലെയ്സ് പാസ്കൽ? ഈ ബ്ലെയ്സ് പാസ്കൽ അദ്ദേഹത്തിൻ്റെ ജനനം ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഗണിതശാസ്ത്രത്തിലും ഊർജ്ജതന്ത്രത്തിലും നിരവധി സംഭാവനകൾ നൽകി ആര്? ബ്ലെയ്സ് പാസ്കൽ. മർദ്ദത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കണ്ടെത്തിയ നിയമം പാസ്കൽ നിയമം എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയല്ലോ. ആരാണ് പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്? ബ്ലെയ്സ് പാസ്കൽ. ഇനി മർദ്ദത്തിൻ്റെ യൂണിറ്റായ പാസ്കൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. എന്താ മർദ്ദത്തിൻ്റെ യൂണിറ്റ്? പാസ്കൽ. മർദ്ദം എന്ന് പറഞ്ഞാൽ വ്യാപക മർദ്ദം ബൈ പരപ്പളവ് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് N/m², അതായത് പാസ്കൽ. ഇത് നമ്മളിവിടെ പഠിച്ച കാര്യമാണ് പറയുന്നത്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ പാസ്കലാണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ N/m² ആണ്. അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്ന പരപ്പളവ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആരാ പാസ്കൽ നിയമത്തിന് ഉപജ്ഞാതാവ്? ബ്ലെയ്സ് പാസ്കൽ. 2, എന്താ മർദ്ദത്തിൻ്റെ യൂണിറ്റ്? പാസ്കൽ അല്ലെങ്കിൽ N/m². ഇനി നമുക്ക് പാലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പഠിക്കാം. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? നമ്മൾ ആകാശത്തേക്ക് ഒരു കല്ലെറിഞ്ഞാലോ അത് കുറച്ച് ദൂരം പോയിട്ട് താഴേക്ക് വീഴും അല്ലേ? മേലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ പോയിട്ട് നമുക്ക് താഴേക്ക് വീഴും അല്ലേ? ഓക്കെ, എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്പേസ് സെൻറ്ററിൽ നിന്നൊക്കെ വിക്ഷേപിക്കുന്ന റോക്കറ്റും മറ്റു വസ്തുക്കളും താഴേക്ക് വരാതെ ഭൂമിയുടെ അന്തരീക്ഷത്തെ കവച്ചത് പുറത്തേക്ക് പോയി അന്യഗ്രഹങ്ങളിലേക്ക് പോകുന്നുണ്ട്? എന്തുകൊണ്ടത് താഴേക്ക് വരാത്തത്? എന്തുകൊണ്ടത് പുറത്തേക്ക് പോകുന്നു? അത് നിസ്സാരമാണ്. നമ്മൾ എറിയുന്ന കല്ലിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരിക്കലും 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ല. മുകളിലേക്ക് നമ്മൾ വിക്ഷേപിക്കുന്ന ഒരു വസ്തു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ അത് ഭൂഗുരുത്വാകർഷണത്തെ കവച്ച് വയ്ക്കുകയും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അല്ലാത്ത പക്ഷേ അത് കുറച്ച് പോയിട്ട് ഇങ്ങനെ താഴേക്ക് വീഴും, കാരണം നമ്മുടെ ഭൂഗുരുത്വാകർഷണം കാരണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ആകാശഗോളത്തിൻ്റെ ഭൂഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഇത് ഭൂമിയിലെ. എന്നാൽ ചന്ദ്രനിൽ എത്രയാ? അവിടെ പറഞ്ഞാൽ ഭാരം കുറവാണെന്നല്ലേ? അവിടെ കുറവാണ്, അവിടെ 2.38 കിലോമീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. ഇവിടെ മൂണിൽ, ചന്ദ്രൻ അല്ലെങ്കിൽ മൂണിൽ എത്രയാ? 2.38 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്നാൽ ഏറ്റവും കൂടിയ പാലായന പ്രവേഗമുള്ളത് സൂര്യനിലാണ്. സൂര്യനിൽ 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? സൂര്യനിലാണ്. 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ? ഓക്കെ, ഭൂമിയിൽ അത് 11.2 ഉള്ളൂ, ചന്ദ്രനിലത് 2.38 ഉള്ളൂ, സൂര്യനിൽ 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്നാൽ ഗ്രഹങ്ങളിൽ, നമ്മുടെ പ്ലാനറ്റ്സുകളിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? വ്യാഴത്തിനാണ്. 69.6
5 km/s. ജൂപ്പിറ്റർ അല്ലേ, വ്യാഴം, ജൂപ്പിറ്ററിൽ 59.5 km/s ആണ് എന്ത് എസ്കേപ്പ് വെലോസിറ്റി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, സാധ്യതയുണ്ട്, കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് എന്താണ് ആവേഗബലം, ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ കാണാം, ഒരു കുട്ടി ഒരു ബോള് ആഞ്ഞ് ചവിട്ടുകയാണ്. അങ്ങനെ ആ ബോൾ ഇങ്ങനെ ആഞ്ഞ് ചവിട്ടുമ്പോൾ ഒരൊറ്റ ചവിട്ടിൻ്റെ ബോൾ അങ്ങ് പൊന്തിപ്പോവാണ്. അങ്ങനെ ചവിട്ടുമ്പോൾ ആ ബോളിൽ അടിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇവിടെ ഉണ്ടാവുന്ന അടിക്കുന്ന സമയത്തുള്ള ഫോഴ്സ്, ആ ഫോഴ്സാണ് ആവേഗബലം. അതായത് ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ്. ഓക്കെ, ഒരു വലിയ ബലം ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗബലം എന്ന് പറയുന്നത്. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ആവേഗം. ആവേഗം എന്ന് പറഞ്ഞാൽ ബലം ഇൻറ്റു സമയമാണ്. അടുത്ത പോയിന്റ്, ആവേഗത്തിൻ്റെ യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ സെക്കൻഡാണ്. ആവേഗത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡാണ്. അപ്പോൾ ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനിയുള്ള ഭാഗം ഞാൻ അടുത്ത അധ്യായത്തിലാണ് പറയുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ കാണണം. ഇതിൻ്റെ ഈ വിഭാഗത്തിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാത്തത് ഈ അധ്യായം കഴിഞ്ഞിട്ടില്ല. ഇനി ഈ വിഭാഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഉത്തോലകങ്ങളെക്കുറിച്ചാണ്. അത് ഒരു സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് അടുത്ത ഭാഗം നിർബന്ധമായി കാണുക. ഈ വീഡിയോയ്ക്ക് തൊട്ട് പുറകെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത അധ്യായത്തിൽ കാണാം. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോസിന് വ്യൂസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയമെടുക്കുന്നത്. പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും മിനിമം വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സീ യു, ബൈ.